ഹലോ ഗൈസ്, അപ്പൊ നമുക്കിന്ന് പാൽക്കപ്പയും കരിമീനാണ് ഉണ്ടാക്കുന്നത്. കരിമീൻ പൊള്ളിച്ചത് പാൽക്കപ്പയും. നമുക്ക് കരിമീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, കരിമീൻ പൊള്ളിക്കാനുള്ളതും നമ്മുടെ പാൽക്കപ്പയ്ക്കുള്ളതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്, 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂ വെള്ളത്തിട്ടിട്ടുണ്ട്. അപ്പോൾ കപ്പയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കപ്പ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് മീനിൽ മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിയും കുരുമുളകും ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ആവശ്യത്തിനിട്ട് ഒരു ഹാഫ് ലെമണും ഇട്ടിട്ട് നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 30 മിനിറ്റെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് പാൽക്കപ്പയ്ക്കുള്ള മസാല തയ്യാറാക്കാം. ഞാൻ കുറച്ച് ചെറിയ 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പൊ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചതേ ഉള്ളൂ. അപ്പൊ ഗൈസ്, കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പകുതി വെള്ളം നല്ലപോലെ വടിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പൊ ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് ആ പാൽ എടുത്ത് വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കാം. 2-ാം പാലാണ് ആദ്യം ഒഴിക്കുന്നത്. ഈ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിൽ കൊടുക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാല് ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഈ 1-ാം പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പാൽക്കപ്പ ഇവിടെ റെഡിയാണ്. പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് കൂടെ താളിച്ചാൽ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡിയാണ്. കേട്ടോ, കടുക് താളിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എടുത്ത് ഒഴിക്കാം. പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പൊ കരിമീൻ പൊള്ളിക്കാം. അപ്പൊ അതിലേക്ക് ഫസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്യാം. എന്നിട്ട് ആ ഓയിലിൽ തന്നെ നമുക്ക് ഉള്ളി റോസ്റ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കരിമീൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ പാനിലേക്ക് കറിവേപ്പില ഇട്ട് പച്ചമുളക് ഇട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവാള ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് പിന്നെ കുറച്ച് കാഷ്യൂ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് ഗരം മസാല മുളക് പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിലേക്ക് പിന്നെ ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ടിരുന്ന കാഷ്യൂ അരച്ച് ചേർക്കുക. അത് വറ്റി വരുന്ന ടൈമിൽ 1-ാം പാൽ ഒഴിച്ച് നല്ലപോലെ വറ്റിച്ചെടുക്കുക. മസാല റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മീൻ പൊള്ളിക്കാം. നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. ഇതാ മസാല വെച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ കരിമീൻ എടുത്ത് ഇങ്ങോട്ട് ഒന്ന് വെക്കാം. അപ്പോൾ കരിമീൻ നമുക്ക് ഇങ്ങനെ എടുത്ത് കിടത്തിയിട്ട് ഇതിൻ്റെ പുറത്ത് കുറച്ച് മസാലയൊക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താണ്ടല്ലോ എൻ്റെ പൊന്നു സ്വർഗം മമ്മ സ്വർഗം. ഇതാ ഒരു പച്ച കറിവേപ്പില വെക്കുക. അപ്പോൾ അതായത് ഇങ്ങനെ നമുക്ക് പൊതിഞ്ഞ് പൊള്ളിക്കുകയും ഇപ്പം നല്ലപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കെട്ടാം. പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇതായിട്ട് പെരട്ടി എടുത്ത് പൊള്ളിച്ച് നമുക്ക് വാഴയിൽ വെക്കാം പൊള്ളിക്കാനായിട്ട്. മൂടി വെക്കാം, ഫ്രൈ ആയി വരട്ടെ. അപ്പൊ നല്ല അടിപൊളി പാൽക്കപ്പയും കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയാണ്. അപ്പൊ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.